നമ്മുടെ തൊട്ടടുത്ത് വളാഞ്ചേരിയിലുണ്ടായിട്ടുള്ള അപകടം, അതായത് ഈ എയ്ഡ്സ് പകർന്നത് ഒരു 10 പേരിലേക്ക് എത്തിയത് അത് ഈ ലഹരി ഉപയോഗത്തിലൂടെയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ ആരോഗ്യവകുപ്പൊക്കെ അതിൻ്റെ ഒരു ട്രാക്കിങ്ങിലാണ്. ആരൊക്കെ ഉപയോഗിച്ച്, എങ്ങനെയൊക്കെ ഉപയോഗിച്ച്. സത്യത്തിൽ ഇത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഡ്രഗ് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും വന്നിട്ട് അവർ ഞാൻ ഡ്രഗ് ഉപയോഗിച്ച ആളാണെന്ന് പറയില്ല ഒരിക്കലും. ഇത് മറ്റുള്ള രോഗങ്ങൾ കണ്ടെത്തുന്നത് പോലെ ആരോഗ്യവകുപ്പിന് അത്ര ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇതിൽ തുടക്കം എവിടെ ഒടുക്കം എവിടെയെന്നൊന്നും മനസ്സിലാവില്ല. കുട്ടികളൊക്കെ അനാവശ്യമായിട്ട്, അതായത് തോന്നിയ പോലെ ഡ്രഗ് ഉപയോഗിക്കുകയാണ്. ഈ സിറിഞ്ചൊക്കെ അവരുപയോഗിച്ചത് ഇവരുപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പല രീതിയിലൊക്കെയാണ്, അതായത് ശാരീരികമായും ഒക്കെ പല രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ അവസാനിപ്പിക്കാൻ സമയമായെന്ന് തോന്നുന്നുണ്ട്. ഇത് നാട്ടിൽ ഒരുപാട് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് ഉമിനീരിലൂടെയും പല രീതിയിലാണ് ഇത് വ്യാപിക്കുന്നത്. ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാട്ടിൽ മൊത്തം ഒരു പകർച്ചവ്യാധി പോലെ തന്നെ എയ്ഡ്സ് എല്ലാവരിലേക്ക് എത്തുന്നുള്ളതാണ്. പല രീതിയിലാണ് ഇത് പകരുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എയ്ഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊരു അവസ്ഥ, അതായത് അത് നമുക്കൊരിക്കലും രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ എയ്ഡ്സ് വന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് അറിയാൻ പറ്റും. അവരിത് മാക്സിമം പകർത്താനായിരിക്കും ശ്രമിക്കുക. സത്യത്തിൽ അങ്ങനെ പല രാജ്യങ്ങളിലും പല കേസുകളും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പല വാർത്തകളിലൊക്കെ ആയിട്ട്. എന്നുള്ളതുപോലെ ഈ രീതിയിൽ കുട്ടികൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് നാട്ടിലുണ്ടാവും. ഈ ഡ്രഗ് കാരണം കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഈ കൊലയും കൊലപാതകവും അതുപോലെ തന്നെ കത്തിക്കുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പോലീസ് കാര്യമായിട്ടൊരു ഹണ്ടിങ് നടത്തി കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ പേരിൽ കേസ് എടുത്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതെവിടുന്നാണ് വരുന്നത്? ആ ഭാഗത്തു നിന്ന് തടയണം എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ആളുകളെ പിടിക്കണം എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ ഇതിലൊരു പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. പിന്നുള്ളത് നമുക്ക് ഗുജറാത്ത് പോലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും കയറി വരുന്നതാണ്. അതൊക്കെ പോലീസിനെ കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ എക്സൈസും അതുപോലെ തന്നെ നാർക്കോട്ടിക്സും അവരെ കൊണ്ടൊക്കെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പോർട്ടിലും അതുപോലെ തന്നെ എയർപോർട്ടിലും ഷിപ്പിങ്ങിലൊക്കെ വന്ന് ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അതിർത്തിയിലൊക്കെ ആയിട്ടുള്ള പല ചെക്ക് പോസ്റ്റുകളിലൂടെയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല തരത്തിലുള്ള ലഹരികളും കിലോ കണക്കിന്. അപ്പോൾ ചിലത് പിടിക്കുന്നുണ്ട്, ചിലത് പിടിക്കുന്നില്ല. ഈ പിടിക്കാത്തത് ഇവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാര്യമായിട്ടുള്ള ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ കേസുകൾ അപകടം പിടിച്ച വീട്ടിലുള്ള ആളുകളെയും മാതാപിതാക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ചെറുപ്പക്കാരിൽ ഈ സാധനം എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള ഇടപെടൽ വെൽ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോയില്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ശരിക്കും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് റിവീൽ ചെയ്യാൻ തയ്യാറാവണം. ഇന്ന ആൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന ആൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പിനെ സമീപിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നാടിനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആരോഗ്യവകുപ്പ് ഇതിൻ്റെ ട്രാക്കിംഗ് നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ആളുകൾ മിസ് ചെയ്യും. കാരണം ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും രഹസ്യമായിട്ടായിരിക്കും അവർ, ചില ആളുകൾ, കൂടുതൽ ആളുകൾ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും ഇത് റിവീൽ ചെയ്യാൻ തയ്യാറാവില്ല. കാരണം നാട്ടിലുള്ള എല്ലാവരും അറിയും ഞാനിത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് അവർ തയ്യാറാവില്ല. പക്ഷേ അവരുമായി ബന്ധപ്പെട്ട ആളുകളും അവരുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, വീട്ടുകാർ, അങ്ങനെ ആരൊക്കെയാണോ അവരൊക്കെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടണം. അവരെ വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഫ്രീ ആയിട്ട് വിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മൾ കൊറോണ വന്നതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നാട് പോകുന്നുള്ളതാണ്. ഇത്തരം അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ വന്നതിനേക്കാളും രൂക്ഷമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും നേരിടുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വളാഞ്ചേരിയിൽ തന്നെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിന് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഇത് ഇന്നാൾ ഇത് ഉപയോഗിക്കുന്ന ആളാണല്ലോ, അപ്പോൾ ആരോഗ്യവകുപ്പിനെ അറിയിക്കുക, അവരറിയാതെ തന്നെ അറിയിക്കുക ഇന്നാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ആരോഗ്യവകുപ്പ് പോയിട്ട് അവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും. അത് ചിലപ്പോൾ ബലം പ്രയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. അത് പോലീസിന് വിട്ടേക്ക്, അത് പോലീസ് നോക്കിക്കോളും. നമ്മൾ പറയാതിരിക്കരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് പറയേണ്ട, മോശമല്ലേ, ഒരാളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ചുറ്റും പടർന്ന് വന്നിരിക്കും. ഈ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു അസുഖങ്ങൾ പോലല്ല, നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. ഇത് കൺട്രോൾ ചെയ്തിട്ട് നിർത്താനേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളറിവ്. ഇതിന് കൃത്യമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ പാനിക്കാവാതെ തന്നെ വളരെ കൂളായിട്ട് ചുറ്റുമുള്ള ആളുകളോട്, വളാഞ്ചേരിയിലുള്ള ഒരുപാട് ആളുകൾ, നമ്മൾ പരിചയമുള്ള ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ആളുകളോടൊക്കെ ഒന്ന് അറിയിക്കുക, ഇങ്ങനെ വിഷയമുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്, വലിയ വാർത്തയാണ്. അപ്പോൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ ഏതെങ്കിലും ആളുടെ നമ്പർ ഒപ്പിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഹൈഡ് ചെയ്തിടാന്നുണ്ടെങ്കിൽ വലിയ വിഷയമാണ്. ഇന്നത്തെ വാർത്തയിലൊക്കെ കൂടുതലും ഇതിൻ്റെ ചർച്ചയാണ്. ഈ ലഹരി കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എയ്ഡ്സ് പകർന്നിട്ടുള്ളത്. ഇത് 10 പേരാണ് ഇപ്പോൾ അവർ പിടിച്ചെടുത്തിട്ടുള്ളത്. അസുഖം പിടിപെട്ടിട്ടുള്ള 10 പേരാണ് അവർ കണ്ടെത്തിയത്. സത്യത്തിൽ 10 പേരാവണമെന്നില്ല, ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. കാരണം ലഹരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കണക്ട് ചെയ്തിരിക്കും. ഈ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് തന്നെയാണ് മറ്റൊരാൾ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് അപ്പുറത്തുള്ള ആൾ ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ സിറിഞ്ച് വഴി മാത്രമാണ് അസുഖം പകർന്നിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലുള്ള, നമ്മളിപ്പോൾ സിഗരറ്റ് ഒരാൾ വലിച്ചത് മറ്റൊരാൾ വലിക്കുന്നുണ്ട്, സിഗരറ്റ് മുന്നിലുള്ളവർ ഇത് പകരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിച്ച സിഗരറ്റ് ഇപ്പുറത്തെ ആൾക്ക് വലിക്കുമല്ലോ. ഇതുകൂടാതെ തന്നെ പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതായാലും പല രീതിയിൽ പകർച്ച ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ആരൊക്കെയാണത് പിടിപെട്ടിട്ടുള്ളത്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഫുൾ ടീമിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത്
സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ലഹരി. ലഹരിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഗവൺമെൻറ് ഇതിന് കാര്യമായിട്ടുള്ളൊരു പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വഴികളും കൊട്ടിയടക്കുക മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. സത്യത്തിൽ അതൊക്കെ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടെ വ്യാപിപ്പിച്ചിട്ട് അത് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട്, ജനങ്ങളുമായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ട് അത് ആ രീതിയിലേക്കാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ നമുക്കിതിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇത് സത്യത്തിൽ നമുക്ക് പുതിയ തലമുറയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷനൊന്നും ഉണ്ടാവില്ല. നാടിൻ്റെ ഒരു മോശപ്പെട്ടൊരവസ്ഥയാണ് ശരിക്കും വരാൻ വേണ്ടി പോണത്. ഈ 2K കിഡ്സൊക്കെ ഇതിൻ്റെ പുറകിൽ കൂടുതൽ, എല്ലാവരും അല്ല, വളരെ കുറച്ച് കുട്ടികൾ ഇതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടിൻ്റെ ഒരു അവസ്ഥ ആയിരിക്കും. ഒരു 20 വർഷത്തിന് ശേഷം നമ്മുടെ നാടെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചായിട്ട് ഒരു ഉൽപ്പാദനം ഉണ്ടാവില്ല. ഒക്കെ നശിച്ചും ആരോഗ്യം നഷ്ടപ്പെട്ടും ക്ഷയം പിടിച്ചും എന്താ പറയുക, നരമ്പുകളൊക്കെ തളർന്നിട്ടുള്ള ഒരവസ്ഥയിലേക്ക് യുവാക്കൾ പോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് ഇടപെടേണ്ട കൃത്യസമയമാണ്. ഈ സമയത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും നാട്. കാരണം ആളുകൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് വിട്ടാൽ മതി. ഇത് ഉപയോഗിക്കുന്നതും ഇതിന് അഡിക്റ്റ് ആവുന്നതും കുട്ടികളാണ്. അവർക്ക് ഇതിൻ്റെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത സമയത്താണ് ഇതിന് അഡിക്ഷൻ വരുന്നത്. ധാരണയുള്ള സമയത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മളിതിനെ ലഹരി എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള സിഗരറ്റും അതുപോലെ തന്നെ മദ്യം പോലെയല്ല. ഇത് കുറച്ചും കൂടെ മാരകമായിട്ടുള്ളതാണ്. അത് അവർക്ക് മാത്രമല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് മാത്രമല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് വരിക, സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാവും. ഇത്തരം അപകടം പിടിച്ചിട്ടുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട്. പല രീതിയിൽ പോലീസിനെ ഭയമില്ലാതെ പോലീസിനോട് സംസാരിക്കുക, അധ്യാപകരോട് സംസാരിക്കുക, മാതാപിതാക്കളോട് സംസാരിക്കുക, അയൽവാസികളോട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഈ ലഹരി ഉപയോഗിച്ചതായിട്ട് കുട്ടികൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വന്നിട്ടുള്ളതും അതേപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഗവൺമെൻറ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് നാട്ടുകാരും വളാഞ്ചേരിയിലുള്ള നാട്ടുകാരും അതിന് ചുറ്റുമുള്ള ആളുകളൊക്കെ സഹകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.